നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണം, നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് വനമന്ത്രി. പ്രശ്നക്കാരായ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൌത്യ സംഘം നിയോഗിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് നെയ്യാറ്റിൻകര രൂപത എമിരറ്റസ് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവേൽ കൊടിയേറ്റി. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണം, നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് വനമന്ത്രി. അതിരപ്പള്ളിയിൽ വൈശ്ശേരി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട് മോഹനന്റെ വീട് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. പരേതിന്റെ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ചു. 5 ലക്ഷം രൂപയുടെ അടിയന്തര ചെക്ക് ധനസഹായമായി കൈമാറി. വന്യജീവി ആക്രമണത്താൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നൽകിവരുന്ന തുക കാലോചിതമായി പരിഷ്കരിക്കാൻ നടപടിയെടുക്കും. വനം വകുപ്പിലെയും ഇതര വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ചാലക്കുടി വാഴച്ചാൽ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി PWD റെസ്റ്റ് ഹൌസിലാണ് വനം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. 108 ആംബുലൻസ് സേവനം 24 മണിക്കൂറും ഉറപ്പുവരുത്തും. പഞ്ചായത്തും വനംവകുപ്പും സംയുക്തമായി സ്ഥലം MPയെയും MLAയെയും ഉൾപ്പെടുത്തി പദ്ധതികൾ തയ്യാറാക്കി അംഗീകാരം നേടാൻ ശ്രമിക്കും. വനം വന്യജീവി പ്രതിരോധ സേനയിൽ ആദിവാസികളെ കൂടുതലായി ഉൾപ്പെടുത്തും. കേരളത്തിന്റെ വനവിസ്തൃതിക്കനുസരിച്ച് ആനയുൾപ്പെടെയുള്ള വന്യജീവികളുടെ വർധനവുണ്ടായെന്നും ഇത് വന്യജീവികളുടെ ഭക്ഷണ ലഭ്യതയെ ബാധിക്കുന്നുണ്ടോ എന്നതടക്കം പഠന വിധേയമാക്കുന്നുണ്ട്. കാട്ടാനയുടെ ക്യാരിയിങ് കപ്പാസിറ്റി പഠിക്കാൻ ഡെറാഡൂൺ ആസ്ഥാനമായുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകും. അതിരപ്പള്ളി മേഖലയിൽ പ്രശ്നമുണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുള്ള 2 ആനകളെ ഉൾവനത്തിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വനമേഖലയിൽ കൂടി കടന്നുപോകുന്ന PWD പഞ്ചായത്ത് റോഡുകളുടെ വശങ്ങളിലെ അടിക്കാടുകൾ വെട്ടണം. ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കും. ആവശ്യമുള്ളിടത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തും. വനാതിർത്തികളിൽ ഫെൻസിംഗ്, നിലവിലുള്ള പ്രദേശങ്ങളിൽ പരമാവധി 20 മീറ്റർ വീതിയിൽ വിസ്തൃതിയിൽ ക്ലിയറൻസ് നടത്തും. വന്യജീവി ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ AI ടൂൾ, ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ്, ട്രഞ്ച് ഫെൻസിംഗ് എന്നീ സംവിധാനങ്ങളും ഏർപ്പെടുത്തും. ഇവയുടെ പരിപാലനം പഞ്ചായത്തും വനവകുപ്പും സംയുക്തമായാണ് നടപ്പിലാക്കുക. ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ, ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, പ്രിയങ്ക G, ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ പുകഴേന്തി, പ്രമോദ് G. കൃഷ്ണൻ, R. ആടലരശൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ തുടങ്ങിയവരും മറ്റ് വനംവകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥരും ഇതര വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രതിനിധികളും കർഷക പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കാര്യം ബോധ്യപ്പെട്ടത് യഥേഷ്ടം ആനയും വന്ന് അവരുടെ താമസ സ്ഥലം ഇതാക്കിയിട്ടുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? അല്ല, ഒരു ദിവസം ഒന്ന് കയറി വരുന്നതല്ല. ഇന്നലെ തന്നെ 13 ആനയുടെ സൈറ്റിംഗ് ഇന്നലെ രാത്രി ഉണ്ടായത്. അന്നേരം യഥേഷ്ടം വന്നു പോകുന്ന ഒരു സാഹചര്യം, എന്നും അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ശ്രീ സുനിൽകുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ മേഖലയിലുള്ള ഇതിനകത്ത് വരുന്ന സ്ഥിരമായി വന്ന് ഇവിടെ നിൽക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് അയക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ മുൻകാലങ്ങളിൽ MLAമാർ മുൻകൈ എടുത്ത് പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ഈ ആനകളെ ഓടിക്കുന്ന, മൃഗങ്ങളെ ഓടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ സോളാർ വേലികളും അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസ്, വിവിധ പ്രോജക്റ്റുകൾ ഇതിന് സമാന്തരമായി തന്നെ അതുകൂടെ ഫോർട്ടിഫൈ ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്തു പോകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായ തീരം ഈ ഫെൻസ് ഇടുന്നത്. ഫെൻസ് ഇപ്പോൾ ഉണ്ട് പല സ്ഥലങ്ങളിലും, ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ആ ഫെൻസും വനത്തിന്റെ ആ ഗ്യാപ്പിൽ ഒരു 20 മീറ്റർ വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാട് വെട്ടി ക്ലിയർ ആക്കുന്ന ഒരു തീരുമാനവും ആ 30 കിലോമീറ്ററിൽ 20 മീറ്റർ വെച്ച് ക്ലിയർ ആക്കുന്നത്. അന്നേരം ഫെൻസ് തകർക്കാതിരിക്കാൻ അത് കുറച്ച് സഹായകരമാകും. മാത്രമല്ല ആരെ അപ്പുറത്ത് നിൽക്കുന്നെങ്കിൽ കാണാനുള്ള അവസരവും നമുക്കുണ്ടാകും.
പിന്നെ ഇങ്ങനെയാണ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആവശ്യപ്പെട്ട ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കുന്നൊക്കെ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു ടെസ്റ്റ് കേസായിട്ട് തുടങ്ങുകയാണ്. അതിരപ്പള്ളിയിലെ അതിരൂക്ഷമായ വിഷയം ജനവാസ മേഖലയിൽ ഇതിനെ ഓടിക്കുന്ന ഒരു ടെസ്റ്റ് കേസായിട്ട് തുടങ്ങുകയാണ്. അത് വെച്ചുകൊണ്ട് ഭാവി പരിപാടികൾ നമുക്ക് ആലോചിച്ച് നടത്താം. അല്ല, അത് ഭാവി പരിപാടി ഭാവിയിൽ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞല്ലോ. അത് ഇപ്പൊ പ്രഖ്യാപിച്ച ഭാവി പരിപാടി ആകത്തില്ല. കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു ഞങ്ങൾ നൽകി കഴിഞ്ഞു. പക്ഷെ അത് ഇനിയാണെങ്കിലും നൽകും. ഇതിന്റെ നഷ്ടപരിഹാര തുകയെ സംബന്ധിച്ചിട്ടുള്ള UDFന്റെ മാനിഫെസ്റ്റോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ എത്തിക്കും. പക്ഷെ നമ്മുടെ മുമ്പിൽ പ്രയോറിറ്റി അതല്ല, അത് അവസാന ഘട്ടമാണ്. ഇതെല്ലാം ചെയ്തിട്ട് അപകടം ഉണ്ടായാലും ഒരാൾ മരിച്ചാൽ അവിടെ സഹായം എത്തിക്കുക എന്നുള്ളതാണ്. ഇത് സമയബന്ധിതമായി ഇത് കുറച്ച് കൊണ്ടുവന്ന് ഈ പ്രശ്നം കേരളത്തിൽ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹം. പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴും നമ്മൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയം ഈ സേനയിലെ മാൻ പവറിന്റെ ഷോർട്ടേജാണ്. അത് ഏത് നിലയിലായിരിക്കും പരിഹാരം ഉണ്ടാകുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് വരട്ടെ, നിങ്ങൾ ശരിയാണ്. ഇതെല്ലാം ഒത്തിരി ഫോറസ്റ്റ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പഴിയും കേൾക്കുമ്പോഴും അവർ പ്രവർത്തിക്കുന്ന പരിമിതിയും എനിക്ക് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടു. ഇതെല്ലാം പറയട്ടെ, ഇതിനെല്ലാം കൂടെ പരിഹാരം ഉണ്ടാകുന്ന ആയിരിക്കും ടോട്ടൽ പാക്കേജ്. നാളെ ഒരു ഉദ്യോഗസ്ഥനെ സീനിയർ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടീമായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന 100ഓളം പേരെയാണ് പുറത്തുനിന്ന് 100ഓളം പേര്. അവരാവശ്യമുള്ള എക്യുപ്മെന്റ്സും സയന്റിഫിക്കായി കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രൈവാണ് നാളെ മുതൽ തുടങ്ങുന്നത്. നോക്കാം. അതുകൊണ്ട് പൂർണ്ണ പരിഹാരമാവത് ഞാൻ പറയുന്നില്ല. നമുക്കൊന്ന് ശ്രമം നടത്തി നോക്കാം. നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടാകട്ടെ. അത് പിന്നെ വനത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഈ അവിടുന്ന് നാട്ടുകാർ വന്നിട്ട് മുന്നിൽ നിന്ന് വരുന്ന പരാതി ചെവി കേൾക്കാൻ സാധിക്കാത്ത ഒരു ആനയും മറ്റൊരാനയും, പിന്നെ മൂന്നാമത് തുമ്പിക്കൈ അറ്റുപോയ ഒരു ആനയുണ്ട്. അതാണ് ബാക്കി ആനകളെ ഇവിടെ നിർത്തുന്നതെന്ന്. ഇത് പരിശോധിക്കാനും മറ്റ് 2 ആനകളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ അവിടുന്ന് മാറ്റുന്നതിനുള്ള തീരുമാനം രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഏത് രീതി ഡാട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നൊക്കെ അത് പോട്ടെ, അതൊക്കെ ഈ രാജ്യത്ത് നിയമങ്ങളുണ്ട്. പക്ഷെ ഏത് നിയമം ഉണ്ടെങ്കിലും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യന്റെ ജീവനും സ്വത്തിനുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിൽ വനവും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എങ്കിലും മനുഷ്യനും മനുഷ്യജീവനും പ്രയോറിറ്റി നൽകുന്നതാണ് അതിനുള്ള. പകലെന്ന് ആര് പറഞ്ഞ്? അതിനല്ലേ എല്ലാ എക്യുപ്മെന്റ്സും അതിന് അനുയോജ്യമായ എക്യുപ്മെന്റ്സോടുകൂടി വരുമെന്ന് പറഞ്ഞ. പകലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാളെ മുതൽ തുടങ്ങുന്നു ഒരു സ്പെഷ്യൽ ഡ്രൈവ്. പ്രശ്നക്കാരായ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൌത്യ സംഘം നിയോഗിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളിയോട് ചേർന്ന ജനവാസ മേഖലയിലെത്തിയ അപകടകാരികളായ കാട്ടാനകളെ തുരത്താനായി പ്രത്യേക ദൌത്യ സംഘത്തെ നിയോഗിച്ചു. സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് അറിയിച്ചത്. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ചാലക്കുടിയിൽ നടത്തിയ സർവകക്ഷി യോഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. കാട്ടാനകളെ തുരത്താനുള്ള ദൌത്യ സംഘത്തെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുനിൽകുമാർ നയിക്കും. 100 പേരുടെ സേനയെ ആവശ്യമെങ്കിൽ വിന്യസിക്കും. നൈറ്റ് വിഷൻ ശേഷിയുള്ള ഡ്രോണുകളും ക്യാമറകളും സംവിധാനവും ദൌത്യത്തിൽ ഉപയോഗപ്പെടുത്തും. 2 കാട്ടാനകളാണ് പ്രശ്നക്കാർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥലത്ത് നിന്ന് ഇതിനെ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കാട്ടാന ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട പ്രദേശത്ത് കാട്ടാനകൾ കൂടുതലായി വരാവുന്ന മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞു. വന്യജീവി ശല്യം തടയാൻ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിച്ച ഭാഗങ്ങളിൽ ഇതിന്റെ 20 മീറ്റർ വീതിയിൽ കാട് വെട്ടിത്തെളിക്കൽ നടക്കും. കിടങ്ങ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവ നിർമ്മിക്കണം. കാട്ടാനകളുടെ വരവ് തടയാനാകും. PWD റോഡുകളുടെ അടിക്കാടുകൾ നീക്കാൻ അടിയന്തര നടപടി വേണം. തൃശൂർ, എറണാകുളം കളക്ടർമാർ നിർദ്ദേശം വച്ചിരുന്നു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിനും പരിക്കേൽക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക UDF പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതുപോലെ വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി നൽകുമെന്നും ഇനി ഒരാൾ വനത്തിനകത്തോ പുറത്തോ വന്യജീവികളാൽ ആക്രമിക്കപ്പെട്ട് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം വനം വകുപ്പിനായിരിക്കുമെന്നും ഇത് പരസ്യമായി അറിയിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി റോജി എം ജോൺ, MP ബെന്നി ബഹന്നാൻ, MLA സനീഷ് കുമാർ ജോസഫ്, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ P പുകഴേന്തി, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് G കൃഷ്ണൻ, കളക്ടർമാരായ ശിഖ സുരേന്ദ്രൻ, G പ്രിയങ്ക, ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, DFOമാരായ IS സുരേഷ് ബാബു, M വെങ്കടേശ്വരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൌലോസ്, K സതീഷ് കുമാർ, സുനന്ദ നാരായണൻ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK റിജേഷ് എന്നിവരും പങ്കെടുത്തു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, കളക്ടേഴ്സ് അടക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം പ്രിയമുള്ളവർ, കേരളത്തിലെ വലിയ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒരു വളരെ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ചുമതലയെടുത്തതിന് ശേഷം 3 മനുഷ്യജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഏറ്റവും കൂടുതൽ കണിയാറുണ്ട് നഷ്ടപ്പെട്ടു. അതിന്റെ തൊട്ട് മുമ്പ് വയനാട്, അതിന്റെ തൊട്ട് മലയാറ്റൂർ 6 ദിവസം. നിങ്ങൾ ആരായിട്ട് സേവ് ചെയ്ത് ആക്കി വെക്കുന്നവരെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഇത് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള നമുക്ക് ചെയ്യാം. ദയവ് ചെയ്ത് ആവർത്തനം ഉണ്ടാകരുത്. നമുക്ക് ആക്ഷനിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഇങ്ങനെ ആദ്യം MP MLA ഇതിനെ കുറിച്ചൊന്ന് പരാമർശിച്ചിട്ട് നിങ്ങളുടെ കൂടെ അഭിപ്രായം കേട്ടിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവേശനോത്സവം മണ്ഡലത്തിലേക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. അതൊക്കെ വേണ്ട എന്ന് വെച്ച് ചാലക്കുടിയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ള വലിയ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചുകൂടെ വരികയും ഇതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ചാലക്കുടിക്കാർക്കൂടെ അദ്ദേഹത്തോടു കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിന് ശാശ്വതമായി പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമുക്ക് 14 കോടി രൂപയുടെ ഹാങ്ങിങ് ഫെൻസിങ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു വർഷക്കാലമായി അത് വളരെ നല്ല ഗോകുലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടന്ന് മുന്നോട്ട് പോകുന്നത്. അത് അടിയന്തരമായി അത് വളരെ സ്പീഡായിട്ട് അത് ചെയ്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള ആന അതിനെ ഒരു മാസീവ് ഡ്രൈവ് നടത്തി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം ഇപ്പോൾ 2 ആനകളാണ് ഇപ്പോൾ നിരന്തരമായ പ്രദേശത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരെണ്ണം അതിനൊരു ചെവി കേൾക്കാത്തൊരു ആനയും മറ്റ് ഒരു അപകടകരമായിട്ടൊരു ആനയാണ് അവിടെ നിരന്തരമായിട്ട് ഇപ്പോൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 2 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ആനകളെ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതാണ് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫെൻസിങ് ഒക്കെ വളരെ നാശോന്മുഖ ജനനിബിഡമായിട്ടൊരു പ്രദേശമാണ്. അവിടെയാണ് കഴിഞ്ഞ സുബ്രേട്ടനൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ ആനകളെ അവിടെ നിന്ന് കടത്തിവിടണം എന്നുള്ളത്. അന്ന് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അതിനുള്ള മാസീവായിട്ട് ഡ്രൈവ് നടത്തുമെന്ന് പറഞ്ഞു. അന്ന് പക്ഷെ അതിൻ്റെ ഉറപ്പ് പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് അന്ന് നൽകിയിരുന്ന ഉറപ്പ് പാലിച്ചിരുന്നെങ്കിൽ അത് ഇന്നിപ്പോൾ മോനേട്ടം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഉറപ്പല്ല ആവശ്യം, നടപടിയാണ് ആവശ്യം. ബഹുമാനപ്പെട്ട മന്ത്രി അതിന് താല്പര്യമെടുത്തുകൊണ്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ജനങ്ങളെല്ലാവരും ഒരു പൊതുവായിട്ടൊരു വികാരമാണ്. അപ്പോൾ ഞാൻ MP അടക്കമുള്ള ആളുകൾ അന്ന് സുബ്രേട്ടൻ മരിച്ച സമയത്ത് മോതിരക്കണ്ണിയിൽ വലിയ മീറ്റിങ്ങുകൾ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട കുറേ തീരുമാനങ്ങൾ എടുത്തിരുന്നതാണ്. പക്ഷെ അത് നടപ്പാക്കാനായിട്ടുള്ളൊരു നടപടി ഉണ്ടാകണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്ട്രെങ്ത് കുറവാണ്. ഇപ്പോൾ പടക്കൊന്നും പൊട്ടിച്ച് ആനേനെ ഓടിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അതിന് സ്ട്രെങ്ത് കൂട്ടണം. അവർക്ക് RRTയുടെ ഒരു ടീം നിരന്തരമായിട്ട് വിളിച്ചാലും വരാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ആണ് പൊതുവായിട്ട് പറയാനുള്ളത്. പ്രകാശിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ വിഷയമാണ് വന്യമൃഗങ്ങളുമായിട്ടുള്ള ഈ ചായപ്പുംകുഴിയിൽ സുബ്രേട്ടൻ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മോഹനേട്ടനും മരണപ്പെടുന്ന സാഹചര്യം. ജനവാസ മേഖലയിലേക്ക് ആന ഞാനിതിനകത്തൊക്കെ നമുക്കൊരു വളരെ ഒരു ആശ വരുന്നത് വളരെ പെട്ടെന്ന് അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി സ്ഥലം സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചിട്ട് ആത്മസൂചിച്ചിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങൾ ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ ഒറ്റ കാര്യം, നമ്മൾ പെട്ടെന്ന് ഒരു ശാശ്വതമായ പരിഹാരത്തിന് പെട്ടെന്ന് നിർദ്ദേശം വയ്ക്കാൻ പറ്റാമെന്ന് നിങ്ങൾക്കാണ് സമയമെടുത്തത്. നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി നമുക്ക് ഇപ്പോൾ ഈ
ആനശല്യമുള്ള സ്ഥലത്ത് നിന്ന് ആനകളെ മറ്റു വനങ്ങളുടെ ഉള്ളിലേക്ക് ഇവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. പിന്നെ വേണ്ടത് കുറച്ച് ആളുകളെ കൂടുതൽ വേണം, പൈസ കൂടുതൽ വേണം. തൽക്കാലമായി നമുക്ക് ചെയ്യണം. പിന്നീട് വളരെ ഗൗരവമായി ആലോചിച്ച് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സംസാരിച്ചപ്പോൾ വളരെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പരിപാടി 2 കളക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിച്ചു നമുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് നമുക്ക് സമയമെടുക്കും. സമയമെടുത്താലും ഇതൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. പുത്തൂർ വെട്ടൂക്കാട് കാരുക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചത്. ചന്ദനക്കുന്ന് സ്വദേശി തിരുവിട്ടുവിള വീട്ടിൽ ദിലീപിന്റെ മകൻ 14 വയസ്സുള്ള ശിവാനന്ദനാണ് മരിച്ചത്. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ കൂട്ടുകാർക്കൊപ്പമാണ് കുളിക്കാനിറങ്ങിയത്. ശിവാനന്ദൻ മുങ്ങിത്താഴ്ന്നത് കണ്ട കൂട്ടുകാർ ഓടിപ്പോയി നാട്ടുകാരെ വിവരമറിയിച്ചു. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് ശിവാനന്ദനെ പുറത്തെടുത്തത്. ആശുപത്രിയിൽ ഉടൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മ ദേവി, സഹോദരങ്ങൾ വിദ്യ, ദിവ്യ, ശിവദാസൻ, ശിവകൃഷ്ണ എന്നിവരാണ്. വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസും പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ഏതാനും സമയം മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച നടന്നു. വിദ്യാർത്ഥിയുടെ വിയോഗത്തെ തുടർന്ന് സ്കൂളിൽ നിന്ന് അവധിയായിരുന്നു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് നെയ്യാറ്റിൻകര ഉപത എമിരിറ്റസ് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവേൽ കൊടിയേറ്റി. ഈ മാസം 7-ന് തിരുഹൃദയ തിരുനാളും 9-ന് ഊട്ടുതിരുനാളും ആഘോഷിക്കും. തിരുനാൾ ദിനം രാവിലെ 5:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായ ദിവ്യബലി നടക്കും. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ വികാരി ഷൈജൻ കളത്തിൽ, അസിസ്റ്റന്റ് വികാരി അജയന ആന്റണി പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, ജോയിന്റ് ജനറൽ കൺവീനർമാരായ അനിൽ മണിത്തോട്ടം, ജോൺ ലി മാത്യു, ഡാഫി ആന്റണി എന്നിവരും കോർ കമ്മിറ്റി അംഗങ്ങളും ഡീന ജോൺസൺ, ബെന്നി ചക്കാലയ്ക്കൽ, ഷാരോൺ RS, റോമി തോമസ്, മൈക്കിൾ നൊറോണ, രാജീവ് ജോസഫ് എന്നിവരും കമ്മിറ്റി കൺവീനർമാരും ഇടവകാംഗങ്ങളും പങ്കെടുത്തു. യൂറോപ്പിൽ മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച് അനേകം അത്ഭുതങ്ങൾ ചെയ്ത് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിച്ച വലിയ സുവിശേഷ പ്രഘോഷകനാണ് ആദിവായിലെ വിശുദ്ധ ആന്റണി. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോരുത്തരും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമായിരിക്കുവാനും അത് ഞങ്ങളുടെ നയനങ്ങൾക്ക് വെളിച്ചവും മനസ്സുകൾക്ക് ശക്തിയും നൽകുന്നതും ആയിത്തീരുമാറാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ തിരുനാളാഘോഷം അങ്ങ് മഹത്വം പ്രഘോഷിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ചെമ്പം കണ്ടം എന്റെ നാട് നമ്മുടെ ഗ്രാമം. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചെമ്പം കണ്ടം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CK തിലകൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പം കണ്ടം പ്രദേശത്ത് മുൻ വർഷങ്ങളിൽ ചെയ്യാറുള്ളതുപോലെ പരിസര പ്രദേശത്തെ മുഴുവൻ കുട്ടികൾക്കും നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥി എൽന ജോസിനെ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് എന്റെ നാട് നമ്മുടെ ഗ്രാമം സംഘടന. ഒരു ക്യാൻസർ രോഗിക്ക് 15 ദിവസം കൊണ്ട് 4.5 ലക്ഷം രൂപ സ്വരൂപിച്ച് സംഭാവന നൽകിയത് ഉൾപ്പെടെ പലവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. സംഘടനാ പ്രസിഡന്റ് KJ ഷിബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS ആനന്ദൻ, വൈസ് പ്രസിഡന്റ് KP ലിജോ, രക്ഷാധികാരി IJ തോമസ്, കമ്മിറ്റി മെമ്പർമാരായ അഖിൽ ദാസ്, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, KV ബാബു എന്നിവർ സംസാരിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ എൻ്റെ നാട് നമ്മുടെ ഗ്രാമം എന്ന സംഘടന
മുൻകാലങ്ങളിൽ നടത്തിയതുപോലെ തന്നെയുള്ള പുസ്തക വിതരണ ചടങ്ങാണ് ഇവിടെ നടത്തുന്നത്. കുറേയേറെ കാര്യങ്ങൾ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രസിഡന്റ് ശ്രീ KJ ഷിബു ഇവിടെ സവിസ്തരം പ്രസ്താവിച്ചു കഴിഞ്ഞു. ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ KJ ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള 3-4 പേരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഏതൊരു സംഘടന രൂപീകരിച്ചാലും 1-2 വർഷമൊക്കെ പിന്നിടുമ്പോഴേക്കും അത് രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് ചില രാഷ്ട്രീയ ഇതിന്റെ കെണിയിൽപ്പെട്ട് ആ സംഘടനകളൊക്കെ നശിച്ചു പോവുകയാണ് പതിവ്. എന്നാൽ നമ്മുടെ ഈ സംഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ജാതി മത ചിന്തകൾക്ക് അതീതമായും രാഷ്ട്രീയത്തിന് അതീതമായും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് ഇണക്കിക്കൊണ്ട് കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ സംഘടന പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ ഭാരവാഹികൾ നമ്മുടെ ഗ്രാമത്തിലെ വീടുകളിൽ ചെല്ലുമ്പോൾ ഊഷ്മളമായ സ്വീകരണം ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിബു ഇവിടെ പറഞ്ഞു, നമുക്ക് മെമ്പർഷിപ്പിന്റെ കഴിഞ്ഞ മാസം മുതൽ ഞങ്ങളിവിടെ ഇറങ്ങി. ഇനി അടുത്തൊരു മാസം കൂടി ആകുമ്പോഴാണ് അത് പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ അംഗത്വം എടുക്കാത്ത മുഴുവൻ വീടുകളിലും ഒരാളെങ്കിലും അംഗത്വം എടുത്ത് ഇതിനോട് സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ജൂൺ 13 നടക്കുന്ന ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം വികാരി ഫാദർ ഡേവിഡ് നിർവഹിച്ചു. ജനറൽ കൺവീനർ ജോൺ ജോസഫ്, കൈക്കാരന്മാർ, മറ്റ് സംഘടനാ തിരുനാൾ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന പന്തൽ നിർമ്മാണം നടത്തുന്നത് വെള്ളാനിക്കര അയ്യപ്പ പന്തൽവാസിന്റെ ശ്രീകുട്ടിയുടെ മേൽനോട്ടത്തിലാണ്. 15,000-ഓളം പേർ പങ്കെടുക്കുന്ന ഊട്ടുതിരുനാൾ ഈ വരുന്ന 13-ാം തീയതി 2ാം ശനിയാഴ്ചയാണ് നടക്കുന്നത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ.
വാർത്തകൾ തുടരുന്നു. നഗരത്തിലെ പോലീസിന്റെ ഗതാഗത നിയന്ത്രണം പാളി. സ്കൂൾ തുറന്നതോടെ ഗതാഗത കുരുക്ക് രൂക്ഷം. സ്കൂൾ തുറന്ന് കാര്യമായി പോലീസിനെ വിന്യസിച്ചിട്ടും വഴിയിൽ ഗതാഗത തടസ്സം നീങ്ങാതെ തൃശൂരിലെ പല വഴികളും. കിഴക്കൻ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ചെല്ലുന്ന കിഴക്കുംപാട്ടുകര മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം പോലീസിനെ വിന്യസിച്ചിട്ടും ഗതാഗത പരിഷ്കാരങ്ങൾ നടത്തിയിട്ടും ബ്ലോക്ക് മാറാതിരുന്നു. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ബ്ലോക്ക് 10:30 വരെ നീണ്ടു. സ്കൂളുകൾക്ക് മുന്നിലും സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഗതാഗത ക്രമീകരണം ചെയ്തിട്ടും ഇതുതന്നെയാണ് സ്ഥിതി. പ്രദേശത്തെ ഗതാഗത തടസ്സം നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങൾ ആലോചിക്കുന്നതായിരിക്കും നല്ലതെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. സമസ്ത മേഖലകളിലും വിലക്കയറ്റം. ഇറാൻ ഇസ്രായേൽ യുദ്ധം എല്ലാ വിഭാഗം ജനങ്ങളുടെയും കണക്കുകൂട്ടൽ തെറ്റിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആഗോള എണ്ണ വിപണിയെ പ്രതികൂലമായി ബാധിച്ചതോടെ ഇന്ധനവിലയിലും പാചകവാതക സിലിണ്ടറുകളുടെ വിലയിലുമുണ്ടായ വർധന കേരളത്തിലെ സാധാരണ ജനങ്ങൾ ജീവിത ചെലവ് കൂടുതൽ ഉയർത്തിയിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടർ വിലയിൽ 6 മാസം കൊണ്ട് ഏകദേശം ഇരട്ടിയോളം വർധനയുണ്ടായി. ജനുവരിയിൽ 1698 രൂപയായിരുന്ന വാണിജ്യ സിലിണ്ടറിന് ഈ വർഷം ഇതുവരെ കൂടിയത് 1544 രൂപയാണ്. കഴിഞ്ഞ മാസം ഒടുവിൽ ആദ്യമായി 3000 രൂപ കടന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വൻ വർധനവിനെ തുടർന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ LPG സിലിണ്ടർ വില വൻതോതിൽ കൂട്ടിയത്. ഗാർഹിക വാണിജ്യ സിലിണ്ടർ വിതരണത്തിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ബുക്കിംഗിന് നഗരങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവും നിയന്ത്രണം തുടരുന്നു. വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയതിനു പുറമെ പാലിന്റെ വില വർധനയും മിൽമ പ്രാബല്യത്തിൽ വരുത്തി. ലിറ്ററിന് 4 രൂപയും തൈര് ലിറ്ററിന് 10 രൂപയും കൂട്ടി. മറ്റു പാൽ ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില കൂടും. ഭക്ഷണ വിഭവങ്ങൾക്കും വില കൂടിയിരിക്കുകയാണ്. ഹോട്ടലുകളും ജോലി ആവശ്യത്തിന് പഠനാവശ്യത്തിനും മറ്റുമായി വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന സാധാരണക്കാർ ദുരിതത്തിലായി. 2 നേരത്തെ ആഹാരത്തിന് ഹോട്ടലുകളെ ആശ്രയിക്കുന്നവർ വിഭവങ്ങൾക്ക് വില കൂട്ടിയതോടെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണ്. പാല് തൈര് വിലവർധന സാധാരണക്കാരുടെ അടുക്കള ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നു. 18.5 ലക്ഷം ലിറ്റർ പാലും 1.60 ലക്ഷം ലിറ്റർ തൈരും കേരളത്തിൽ വിൽക്കപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും പ്ലാസ്റ്റിക്കിനും വില വർദ്ധിച്ചു. ഇത് മിൽമയെ കാര്യമായി ബാധിച്ചു. ഉൽപാദന ചിലവിൽ 30% വരെ വർധനവുണ്ടായി. പ്രതിസന്ധി തുടർന്നാൽ പാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലായി താരതമ്യം ചെയ്യുമ്പോൾ പാൽ വില ലിറ്റർ 6 മുതൽ 10 രൂപ വരെ കൂടുതലാണ് സംസ്ഥാനത്ത്. ഹോട്ടലുകൾ ചായ കാപ്പി ഉൾപ്പെടെയുള്ളവർക്ക് 2-3 രൂപ വരെ കൂട്ടി. ചെറുകടികൾക്ക് പലയിടത്തും 3 രൂപ വരെ വർദ്ധിപ്പിച്ചു. ഊണിന് 5 മുതൽ 10 രൂപ വരെ കൂട്ടി. നെയ്റോസ്റ്റ്, മസാല ദോശ തുടങ്ങിയ ദോശ വിഭവങ്ങൾക്ക് 2 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചു. ബിരിയാണിക്ക് 10 രൂപ കൂട്ടി. സിലിണ്ടർ വിലയും പാൽ വിലയും കൂട്ടിയത് ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കി. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില ഒരു പരിധിയിലധികം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. തൊഴിലാളി ക്ഷാമം ഹോട്ടൽ മേഖലയെ വരിഞ്ഞുമുറുക്കുന്നു. വിലയും കുതിച്ചുയരുന്നു. ഡീസൽ പെട്രോളിയം വില വർധനയെ തുടർന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതുമൂലം വൻ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ തിരികെ പിടിക്കാൻ മരോട്ടിച്ചാൽ പുത്തൂർ പൊന്നൂക്കര തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹോട്ട് ബ്രേക്ക് ബസ് ഗ്രൂപ്പിന്റെ കാരുണ്യയാത്ര. പുത്തൂർ പഞ്ചായത്ത് മാന്നാമംഗലം സ്വദേശി പള്ളത്തുകുഴിയിൽ അഭിന്റെ 6 മാസം പ്രായമുള്ള മകൻ ദർശിത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. തുടർ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി 10 ലക്ഷം രൂപയോളം ആവശ്യം വരും. കുഞ്ഞിന്റെ പിതാവ് ഡ്രൈവറാണ്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാനാകില്ല. ഈ അവസരത്തിൽ പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഹോട്ട് ബ്രേക്ക് ബസ് ഗ്രൂപ്പ് പ്രത്യേക സർവീസ് നടത്തി പിരിച്ചെടുത്ത തുകയും ബസ് ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനവും ചേർത്ത് കുഞ്ഞിന്റെ കുടുംബത്തിന് കൈമാറുന്നു. ബസിന്റെ കാരുണ്യയാത്ര മാന്നാമംഗലം സെന്ററിൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി ഫ്ളാഗ് ഓഫ് ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് മെമ്പർ റജി പൂറ്റാനി, CPI പ്രതിനിധി TS മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖിൽ PS, ഹോട്ട് ബ്രേക്ക് ബസ് പ്രതിനിധി ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. ഈ കുടുംബത്തെ സഹായിക്കാൻ താൽപര്യമുള്ളവർ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ചേരുംകുഴി ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ 4072 810 1034 970 IFSC കോഡ് KLGB 0040 728 എന്ന അക്കൗണ്ടിൽ നൽകാവുന്നതാണ്. നന്ദി പറയുന്നത് കാരണം
ശക്തിയായില്ല നമ്മുടെ ഷാജിന് വേണ്ടിയുള്ള ചികിത്സ സഹായം ബസ് ഓണേഴ്സ് കൊടുത്തത്. അതിനെ തുടർന്ന് 4 വണ്ടി ഇതിനായിട്ട് ഓടാനായിട്ട് അവർ ഇറങ്ങിയതിന് അവരോട് ആദ്യമായിട്ട് നന്ദി പറയാണ്. ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവനായാലും നമുക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് മാലാഖത്ത് ഇങ്ങനെ ജീവനിലേക്ക് എത്തിക്കാൻ നമ്മളെ ഓരോരുത്തർക്കും അതിന് കടമയുണ്ട്, കർത്തവ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധികം സാമ്പത്തികം ഇപ്പോൾ വന്നിട്ടില്ല. കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്യാൻ 10 ലക്ഷത്തോളം പേര് വരും ചെലവുമായിട്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ നല്ലവരായ നാട്ടുകാരും എല്ലാവരും ഇതിൽ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി ദിനാഘോഷം ജൂൺ 5-ന് MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ടൗൺ ഹാളിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കും. പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിലായി 600ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PBI മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനാകും. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയാകും. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ, MSM EDFO ഡയറക്ടർ S പ്രകാശ്, തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, DIC ജനറൽ മാനേജർ S ഷീബ, എൻവയോൺമെന്റ് എഞ്ചിനീയർ PCB CV സ്മിത, KSSI ജില്ലാ സെക്രട്ടറി നോബി ജോസഫ് എന്നിവർ പങ്കെടുക്കും. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CA ഷാഹുൽ ഹമീദ് സ്വാഗതവും സെൻട്രൽ സോൺ പ്രസിഡന്റ് PJ ജോർജ് കുട്ടി നന്ദിയും അറിയിക്കും. വാർത്താ സമ്മേളനത്തിൽ PJ ജോർജ് കുട്ടി, CA ഷാഹുൽ ഹമീദ്, പ്രണോജ് V പ്രഭാകർ, തോംസൺ വാഴപ്പള്ളി, സാബു ആന്റണി എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തി മുല്ലക്കര ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. റവറന്റ് ഫാദർ വിപിൻ എലമ്പരശ്ശേരിയിൽ, സലീഷ് ചിറ്റാട്ടുകുന്നിൽ, CD റോയ് എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ടോമി ചിറക്കൽ സ്വാഗതവും സ്കൂൾ കോർഡിനേറ്റർ ലറ്റീഷ OJ നന്ദിയും അറിയിച്ചു. നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻടു തോട്ട്സ് ആൻഡ് തോട്ട്സ് ട്രാൻസ്ഫോം ഇൻടു ആക്ഷൻസ്. കല്ലൂർ കള്ളായി മേഖലയിൽ നിന്നും മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്ന് ആവശ്യം. സർക്കാരിന്റെ KSRTC സർവീസിൽ ഗ്രാമങ്ങളിലൂടെ സർക്കാർ ബസ് സർവീസ് നടപ്പിലാക്കുന്ന പദ്ധതികൾ നിലനിൽക്കുമ്പോഴും തൃക്കൂർ പഞ്ചായത്തിന്റെ കള്ളായി, വെള്ളാനിക്കോട് മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ KSRTC ബസ് സർവീസ് ഇല്ല. സ്വകാര്യ ബസ് ഗതാഗതത്തെ ആശ്രയിച്ചാണ് പ്രദേശവാസികൾ മുന്നോട്ടു പോകുന്നത്. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗികളായ ഒട്ടനവധി ആളുകൾ 2 ബസ്സുകൾ കയറി ഇറങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. KSRTC സൗകര്യം ലഭ്യമാകുന്നതോടെ ഒട്ടനവധി രോഗികൾക്ക് ആശ്വാസമാകും. ഏറെ വർഷങ്ങളായി പ്രദേശവാസികളുടെ ആവശ്യം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറോൺ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിബരൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, ജോജു ചാഴൂക്കാരൻ എന്നിവർ തൃശൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു.
പഞ്ചായത്ത് അംഗം സനിൽ വാണിയംപാറയുടെ ഇടപെടൽ മണിയൻകിണർ ഉന്നതിയിൽ വീട് നിർമ്മാണം പുനരാരംഭിച്ചു. എം.എ. കുട്ടൻ, പ്രീതി എന്നിവരുടെ വീടിന്റെ നിർമ്മാണമാണ് പുനരാരംഭിച്ചത്. കരാറുകാരൻ പണം വാങ്ങി നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. പഞ്ചായത്ത് അംഗം സനിൽ വാണിയംപാറ കരാറുകാരനെ വിളിച്ചുവരുത്തി സംസാരിച്ച് നിർമ്മാണം ആരംഭിച്ചു. ഉന്നതിയിലെ ഓമന കൃഷ്ണന്റെ വീട് പണിക്കുള്ള മൂന്നാമത്തെ ഗഡു മുടങ്ങി. ആസൂത്രണ ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു കഴിഞ്ഞതുകൊണ്ടാണെന്ന് വിഇഒ പറഞ്ഞു. മൂന്നാം ഘട്ടത്തിന് അപേക്ഷ നൽകി. മാർച്ച് 21-ന് ഇതിനു മുന്നേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് പൂർണ്ണമായും ഉപയോഗിച്ചിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആസൂത്രണ ഫണ്ട് അനുവദിക്കുമ്പോൾ ആദ്യം ഓമന കൃഷ്ണന് നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് അംഗം സനിൽ വാണിയംപാറ, വിഇഒ പീറ്റർ തുടങ്ങിയവർ ഉന്നതിയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നെട്ടിശ്ശേരി ആറ്റൂർ ശ്രീധരൻ നായർ മകൻ കിഴുവട്ടൂർ സുധീർ കുമാർ നിര്യാതനായി. 56 വയസ്സായിരുന്നു. KECB സബ് എഞ്ചിനീയറായി കഴിഞ്ഞ 30-ന് KECB ചേലക്കര സെക്ഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം പുലർച്ചെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംസ്കാരം നടത്തി. വെള്ളാനിക്കര വിദ്യാനഗർ കുണ്ടുകുളങ്ങര ഇട്ടിയച്ചൻ ഭാര്യ ജെസി നിര്യാതയായി. 75 വയസ്സായിരുന്നു. ജിൻഡോ മകനാണ്, ഷാലി മരുമകളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സെന്റ് ആന്റണീസ് മണ്ണുത്തി പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണം, നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് വനമന്ത്രി. പ്രശ്നക്കാരായ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൌത്യ സംഘം നിയോഗിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് നെയ്യാറ്റിൻകര രൂപത എമിരറ്റസ് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവേൽ കൊടിയേറ്റി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.